സോബോ ബ്രാൻഡിന് കീഴിൽ വരുന്ന 4 വാട്ടിൻ്റെയും 5 വാട്ടിൻ്റെയും സബ്മേഴ്സിബിൾ പമ്പുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ആദ്യത്തെ ബോക്സിലുള്ളതാണ് WP850F എന്ന് പറയുന്ന ഈ ഫിൽട്ടർ പമ്പിൻ്റെ മോഡലിലുള്ള ഒരു സബ്മേഴ്സിബിൾ പമ്പ്. ഇത് 4 വാട്ടിൻ്റെ ഒരു പമ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോ റേറ്റ് വരുന്നത് 400 ലിറ്റേഴ്സ് പെർ അവർ ആണ്. അതേസമയം ഈ കാണുന്ന WP280 എന്ന് പറയുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ ഇത് 5 വാട്ടിൻ്റെ പമ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോ റേറ്റ് വരുന്നത് 300 ലിറ്റേഴ്സ് പെർ അവർ ആണ്. WP850F എന്ന് പറയുന്ന ആദ്യത്തെ പമ്പിൻ്റെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. അതേസമയം WP280 എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. ഈ കാണുന്ന ആദ്യത്തെ പമ്പ് ഫിൽട്ടർ കമ്പാർട്ട്മെൻറ്റോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻറ്റേർണൽ ഫിൽട്ടർ പമ്പാണ്. എയറേഷനും ഫിൽട്രേഷനും ഇതുകൊണ്ട് പോസിബിൾ ആണ്. അതേസമയം ഈ ഒരു പമ്പാണെന്നുണ്ടെങ്കിൽ ഇതിന് ഫിൽട്രേഷൻ്റെ കമ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു പമ്പ് കൊണ്ട് നടക്കില്ല. എയറേഷൻ മാത്രമാണ് പോസിബിളായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ വാങ്ങിയിട്ട് ഒരു ഫൗണ്ടനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാങ്ങിങ് ഫിൽറ്ററോ ഒക്കെ സെറ്റ് ചെയ്യാം. ഈ 2 മിനി പമ്പുകളുടെയും ചെറിയൊരു കമ്പാരിസൺ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 പമ്പുകൾ ഇതുപോലെ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. 2 പമ്പുകൾ നമ്മൾ വെള്ളത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വാട്ടിൻ്റെ പമ്പാണ്. 200 രൂപയാണ് പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് എയറേഷനും ഫിൽട്രേഷനും നടക്കും. അതേസമയം ഇത് 5 വാട്ടിൻ്റെ പമ്പാണ്. 250 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതുകൊണ്ട് എയറേഷൻ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ഈ 2 പമ്പുകളും മിനി പമ്പുകളാണ്. ചെറിയ അക്വേറിയങ്ങൾ അല്ലെങ്കിൽ ഫിഷ് ടാങ്കുകൾക്കാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. മീനുകൾക്കോ ചെടികൾക്കോ ഒന്നും ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള മിനി പമ്പുകൾ നമുക്ക് ചെറിയ അക്വേറിയങ്ങളിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ചെറിയ അക്വേറിയങ്ങളിൽ മാത്രമല്ല, നമ്മൾ ടബുകളിലും ക്രേറ്റുകളിലൊക്കെ മീനിനെ വളർത്തുന്നുണ്ടെങ്കിൽ അത്തരം സ്പേസുകളിലും ഇത് സ്യൂട്ടബിൾ ആണ്. രണ്ടും ലോ വാട്ടേജിൽ വരുന്ന പമ്പുകളാണ്. അതായത് 5 വാട്ട് 4 വാട്ടിലൊക്കെ വരുന്ന പമ്പുകളാണ്. ഇത്തരം മോഡലുകളൊക്കെ നമ്മൾ അക്വേറിയം ഷോപ്പുകളിൽ കാണുമ്പോൾ ചിലപ്പോൾ ഏത് വേണമെന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ 2 പമ്പുകളുടെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ വർക്കിങ്ങും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഓൺ ചെയ്ത് നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്ട്രേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കാണുന്ന 4 വാട്ടിൻ്റെ ഫിൽട്ടർ പമ്പിലാണ് കൂടുതൽ ഫ്ലോ വരുന്നത്. വാട്ടർ ഫ്ലോ അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രഷർ കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു 4 വാട്ടിൻ്റെ ഫിൽട്ടർ പമ്പിലാണ്. നമ്മൾ ബോക്സിലെ ആ ഒരു സ്പെസിഫിക്കേഷൻസ് വായിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോ റേറ്റ് 400 ലിറ്റേഴ്സ് പെർ അവർ ആണ്. അതേസമയം ഈ ഒരു 5 വാട്ടിൻ്റെ പമ്പിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ റേറ്റ് 300 ലിറ്റേഴ്സ് പെർ അവർ ആണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രഷർ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതായത് ഈ ഒരു 5 വാട്ടിൻ്റെ പമ്പിൻ്റെ പ്രഷർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ടില്ലേ, ഇത് കുറവാണ്, മറ്റേതിൻ്റെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഏത് പമ്പാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 4 വാട്ടിൻ്റെ ഫിൽട്ടർ പമ്പ് തന്നെയാണ്. കുറഞ്ഞ പ്രൈസിന് കൂടുതൽ ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. അതായത് 4 വാട്ടിൻ്റെ പമ്പ്, എയറേഷൻ, ഫിൽട്രേഷൻ, പിന്നെ പ്രൈസ് 200 രൂപയാണ്. അതേസമയം ഈ പമ്പാണെന്നുണ്ടെങ്കിൽ ഫിൽട്രേഷൻ ഇല്ല, എയറേഷൻ മാത്രമേ ഉള്ളൂ. പ്രൈസ് 250 ആണ് വരുന്നത്. വാട്ടേജ് 5 വാട്ടാണ്. അപ്പോൾ ചെറിയ അക്വേറിയങ്ങളിലേക്ക് നിങ്ങൾ ഫിൽട്ടർ പമ്പുകളോ സബ്മേഴ്സിബിൾ പമ്പുകളോ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 2 മോഡലുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്.